മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. നിലവിൽ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. അച്യുതൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ വിളിച്ചിരുന്നു. അച്യുതൻ, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK സുപ്രീം കോടതി ജഡ്ജി പദത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മലയാളി മുഖമെന്നത് ജസ്റ്റിസ് CT രവികുമാർ ആയിരുന്നു. ഈ മാസം 5-ാം തീയതിയാണ് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി പദത്തിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം ആരായിരിക്കും അടുത്ത മലയാളി മുഖം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയ്ക്ക് വന്നിരുന്നു. ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ പേരാണ്. ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കരിയറിന്റെ അടക്കം എക്സ്പീരിയൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നത്. നിലവിൽ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് വിനോദ് ചന്ദ്രൻ. ഇതിനു മുൻപ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 11 വർഷ കാലയളവ് അദ്ദേഹം ജഡ്ജി, ചീഫ് ജസ്റ്റിസ് പദങ്ങളിൽ ഇരുന്ന വ്യക്തി കൂടിയാണ്. അതെല്ലാം മുൻഗണനയ്ക്ക് എടുത്തുകൊണ്ടാണ് കൊളീജിയം ഇപ്പോൾ ജഡ്ജി വിനോദ് ചന്ദ്രനെ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നറിയുമ്പോൾ.